വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൈസ ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്തുതരാം. നമ്മൾ സ്കിൻ കെയർ ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം ചിന്തിക്കുന്ന ഒരുപാട് പൈസ, ഓരോ പ്രൊഡക്റ്റിനും ഓരോ, കണ്ണിനൊരു വില, മൂക്കിനൊരു വില, ചുണ്ടിനൊരു വില, സ്കിൻ കെയറിനൊരു വില. അപ്പോൾ പല പല പ്രൊഡക്റ്റിന് പല വിലയായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്കിൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പിമ്പിൾസ് ഒക്കെ കുറച്ച് നല്ല ക്ലിയർ ആയിട്ടും ബ്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ആവുന്നത്. അതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ നല്ല പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പം സ്കിന്നിൽ ഭയങ്കരമായിട്ട് അതായത് പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്യരുത്, അത് പൊട്ടിക്കാൻ നിൽക്കരുത്. പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡ് ആവും, പിന്നെ അത് തൊട്ട് ഈ രീതിയിൽ കളിക്കരുത്. അപ്പോൾ നിങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൊട്ടിക്കരുത്. പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഫേസ് വാഷ് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു നമ്മളെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. പിന്നെ അതിൽ തൊട്ട് കളിക്കാൻ നിൽക്കരുത്, ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുക. അതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാൻ നോക്കുക. എന്തിപ്പോൾ ഒരു പിമ്പിൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തണുത്ത വെള്ളം യൂസ് ചെയ്ത് കഴുകാൻ നോക്കുക. ഐസ് ക്യൂബ് ഞാൻ അത്ര പ്രൊമോട്ട് ചെയ്യില്ല, അത് അത്ര നല്ലതല്ല, കുറച്ച് അത്ര ബെറ്റർ ഒന്നല്ല. മീൻസ് പിമ്പിളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ജസ്റ്റ് ഐസ് ക്യൂബ് വെച്ചുള്ള വാട്ടറിൽ മുഖം മുക്കി വെക്കാന്നല്ലാണ്ട് പിമ്പിൾ ഉള്ള ടൈമിൽ അത്ര നല്ലതല്ല. നിങ്ങൾ കുറച്ചും കൂടി നല്ലത് തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തലയണ, നമ്മൾ കിടക്കുമ്പോൾ തലയണയിൽ മുഖം വെച്ചിങ്ങനെ കിടക്കുമ്പോൾ ആ ഒരു സൈഡിലേക്കും കൂടുതലായിട്ട് പിമ്പിൾസ് വരിക. അപ്പൊ ഇങ്ങനെ നമ്മളെ മുടിയത്തെ മെഴുകൊക്കെ പറ്റിയിട്ട് കൂടുതലായിട്ട് പിമ്പിൾസ് വരിക തലയണയിൽ കൂടിയാണ് വരിക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടത് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ ആ തലയണ വാഷ് ചെയ്യുക. നിങ്ങൾക്ക് അത്രയ്ക്കും പറ്റാത്ത സാഹചര്യമാണ്, വാഷ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒന്നും ഉണ്ടാവില്ല, എന്നാൽ പോലും അങ്ങനെ സാഹചര്യമാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എന്തെങ്കിലും ഒരു തുണിയില്ലേ, നല്ലൊരു ക്ലോത്ത് നോക്കിയിട്ട് അതിന്റെ മുകളിൽ വിരിച്ചു വെക്കുക, എന്നിട്ട് കിടക്കുക. എന്നിട്ട് അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇതായി ഒരു എന്താ പറയാ ഇപ്പൊ അഴുക്കായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാറ്റിയിട്ട് അത് തിരിച്ചിട്ടേക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ വാഷ് ചെയ്യുക കേട്ടോ. പിന്നെ അങ്ങനെ അതിനായിട്ട് തുണി മാറ്റി കളിക്കണം, പിന്നെ വാഷ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഷുഗർ നല്ല രീതിയിൽ കുറയ്ക്കുക. പിന്നെ അതേപോലെ നമ്മൾ വേനൽക്കാലത്താവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളെ ഫേസിൽ നല്ല രീതിയിൽ പിമ്പിൾ വന്നു. എന്താ കാര്യം വെച്ചാൽ നമ്മൾ വേനൽക്കാലത്ത് ഒന്നാമത് സ്കിൻ കെയർ ഒക്കെ നല്ല രീതിയിൽ ചെയ്യുമെങ്കിൽ പോലും നമ്മൾ നല്ല രീതിയിൽ ഈ കൂൾ ഡ്രിങ്ക്സ് ഇല്ലേ, നല്ല മധുരമുള്ള കൂൾ ഡ്രിങ്ക്സ് അത് കൂടുതൽ കഴിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആ ഒരു ടൈം നമുക്ക് ഫേസിൽ നല്ല രീതിയിൽ പിമ്പിൾ വന്നു. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്, നല്ല രീതിയിൽ എനിക്ക് പണി കിട്ടിയതാണ്. അപ്പം അനുഭവം ഗുരു, അതുകൊണ്ട് തന്നെ പറയുന്നത് ആ ടൈമിൽ നിങ്ങൾ കുടിച്ചോളൂ. നമ്മളെ ഇതാണ്, നമുക്ക് കുടിക്കേണ്ടതാണ്, നമ്മളെ ലൈഫാണ്, എൻജോയ് ചെയ്യേണ്ടതാണ്. പക്ഷെ കുറച്ച് കുറയ്ക്കുക, അത്രമാത്രം അത് ശ്രദ്ധിക്കുക. ആ ഒരു ഷുഗർ നല്ല രീതിയിൽ നമ്മൾ കുടിച്ചിറക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ പിമ്പിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേമാതിരി വാക്സ് ഒന്നും ചെയ്യരുത്, ഒരിക്കലും വാക്സ് ചെയ്യരുത്. അതിൽ നിങ്ങൾക്ക് ഫേസ് റേസർ കിട്ടും, ചെറിയ ഹെയർസ് റിമൂവ് ചെയ്യുന്ന റേസർ വെച്ചിട്ട് അത് റേസ് ചെയ്തിട്ട് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ പീൽ ഓഫ് മാസ്ക് ഇല്ലേ, അത് ഒരിക്കലും ഉപയോഗിക്കുക, നല്ല ഹാർഡായിട്ടുള്ള പീൽ ഓഫ് മാസ്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ ചാർക്കോളിൻ്റെ ആകുമ്പോൾ നമ്മളിങ്ങനെ വലിച്ചെടുക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളെ ഈ മുകളിലത്തെ ലെയർ അങ്ങോട്ട് ബ്രേക്ക് ആവും. അപ്പം അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് പിമ്പിൾസ് വരും. അതുപോലെ നമ്മളൊരു ബ്ലാക്ക് ഇങ്ങനെ ഭയങ്കര ഒരു മാർക്ക് വരും. പിന്നെ അവിടെ ഒരു ഷെയ്ഡും വരാൻ തുടങ്ങും, ഈ ഒരു ബ്ലാക്ക് നമ്മുടെ സ്കിന്നിന്റെ കളർ അവിടെ മാറി വരും. അപ്പം ആ ഒരു കാര്യം കൂടെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ മുടിക്കാണെങ്കിലും നമ്മുടെ സ്കിന്നാണെങ്കിലും ഏറ്റവും അടിപൊളിയാണ്, അതുകൊണ്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കാപ്പി കുടിക്കുന്ന ആളാണെങ്കിൽ കാപ്പി കുടിക്കുന്ന പരിപാടി അങ്ങ് നിർത്തുക. ഈ കൂടുതലായിട്ട് കാപ്പി കുടിച്ചോളൂ, കുടിക്കേണ്ടതല്ല, പക്ഷെ കൂടുതലായിട്ട് കാപ്പി കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ തല തോർത്തുന്ന ആ ഒരു തോർത്ത് വെച്ചിട്ട് നമ്മളെ ഫേസ് ഒരിക്കലും തോർത്താതിരിക്കുക. അത് നമുക്കെന്താ വെച്ചാൽ കുറേ ഡസ്റ്റും കാര്യങ്ങളും പിന്നെ തലേത്തെ താരൻ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും അത് നമ്മളെ ഫേസിലേക്കാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളെ പോൾസിലേക്ക് അടിഞ്ഞ് പിമ്പിൾസ് കൂടുതലായിട്ട് വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ കുളിക്കുന്ന സോപ്പ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. അതുപോലെ നമുക്ക് പല ലോഷൻസ് ഉണ്ടാവും, നമ്മളെ സ്കിന്നിന് വേണ്ടിയിട്ട് വരുന്ന പല ലോഷൻസ് ഉണ്ടാവും. അതായത് ബോഡി ലോഷൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ ഫേസിലേക്ക് വരുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഒരിക്കലും ബോഡി ലോഷൻ എടുത്തിട്ട് ഫേസിലേക്ക് വാരി തേക്കരുത്, അത് രണ്ട് തരത്തിൽ വരുന്നതാണ്, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് വേണ്ട കുറച്ച് ടിപ്സ് ആണ്. ഇത് നിങ്ങളെ ഇതുവരെ കൊണ്ടുപോകുന്ന നിങ്ങളെ ഈ ഒരു ലൈഫ് ജേർണിയിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തേക്കുക, നല്ലൊരു ചേഞ്ച് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അതിന് മുന്നേ സ്കിൻ കെയർ ചെയ്യാൻ മടിക്കുന്ന നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്തെടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.